ഇനി നാളെങ്കിലും അങ്ങേരൊന്ന് വാക്ക് പാലിച്ചാൽ മതിയായിരുന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ఇక్కడ చూడు, ഞങ്ങളുടെ സൺസ്ക്രീൻ ബ്രാൻഡ് ഏതാ? പരിചയപ്പെടുത്തൂ. ഞാൻ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാറില്ല. എന്താ നിവ്യയാണത്? നിവ്യ എന്തിനുള്ള? അതെന്തിനുള്ള മോയ്സ്ചറൈസർ? അതെന്തിനാന്നും കൂടി എനിക്കറിയാൻ പാടില്ല സത്യം പറഞ്ഞ. ഞങ്ങളതൊന്നും തേക്കാറില്ലല്ലോ ആണുങ്ങൾ. നിങ്ങൾക്ക് എന്തേലും അതിൻ്റെയൊക്കെ ആവശ്യം? അച്ഛൻ തേക്കാറില്ലല്ലോ നിവ്യ ക്രീം. അതെന്താ അതുകൊണ്ട് ഗുണം? എന്നാ മോയ്സ്ചറൈസർ ആണ്, ഡ്രൈനെസ് ഉണ്ടാവില്ല, റഫ്നെസ് ഉണ്ടാവില്ല സ്കിന്നിന്, ഇത്രേ ഉള്ളൂ. അപ്പിടിയാ, നല്ല കമ്മൽ കേട്ടോ. ഇതൊക്കെ എൻ്റെ കോളേജിൽ വാങ്ങിച്ച കമ്മല. ഇന്ന് എത്ര മണിക്കാണ് കഴിയാ? 4:30 മണിക്ക് കഴിയും. വാവ്, ഒന്ന് ഒറ്റവട്ടം വന്നാൽ മതിയല്ലോ. അല്ലെങ്കിൽ 3 മണിക്കൊരു വരവ്, 5:30-ക്കൊരു വരവ്. വാവേ വാ, വാവേ വേഗം, ലേറ്റ് ആവുണ്ട്. ഞാൻ ഇറങ്ങാട്ടോ, കൊന്നേരം കാട്ടിക്കൊണ്ട് വരുന്നോ. വേഗം പോ. രണ്ടാമത്തെ ദിവസം ആള് ഫുള്ള് ഹാപ്പിയാണ്. ഫസ്റ്റ് ഡേ മാത്രമേ ഉള്ളൂ ഒരു വൈക്ലബ്യം. ലീവ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ഇങ്ങോട്ട് വാ, കയറി ഇരിക്കും. ഇന്ന് വാവക്കുട്ടീനെ കൊണ്ട് പോവാണല്ലോ. വാവക്കുട്ടീനെ കൊണ്ട് പോകുമ്പോ നല്ല തണുപ്പ് എനിക്ക്. ഞാൻ വാവനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് വാവ, തണുക്കണുണ്ടോ? 22-23 AC ഇട്ടിട്ട് പുതക്കാതെ കിടക്കണം മുതലാ കുഞ്ഞാവ. നിങ്ങൾക്ക് അറിയാൻ പാടില്ല മുതലിനെ. അമ്മ അതാ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണു, ചായ. വാഷിംഗ് മെഷീൻ്റെ ആളെ ഇപ്പോൾ കുറച്ചു മുമ്പ് വിളിച്ചായിരുന്നു. മൂപ്പര് പറഞ്ഞു നാളെ വരാം, നാളെ ഉറപ്പായിട്ടും വരാം. മൂപ്പർക്ക് തിരക്കാണ്. കാരണം ഇത് IFB എന്ന് പറയുന്ന കമ്പനിയുടെ വാഷിംഗ് മെഷീനാണ്. അപ്പോൾ അതിൻ്റെ ആൾ വന്ന് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നീറ്റായിരിക്കുമല്ലോ. മറ്റുള്ളവരുടെ കൈ തൊടിയിച്ചിട്ട് നമ്മൾ നശിപ്പിക്കണ്ടല്ലോ ഒന്നും കൂടി. ഇനി നാളെങ്കിലും അങ്ങേരൊന്ന് വാക്ക് പാലിച്ചാൽ മതിയായിരുന്നു. കാരണം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഡേറ്റ് ഓരോ സമയത്ത് വരും, പിന്നെയും മാറ്റും. ഇന്ന് അമ്മയ്ക്കും മകൾക്കും ഒരേ നേരത്തെ സ്കൂൾ വിടുക. അതുകൊണ്ട് ഒറ്റയടിക്ക് പരിപാടി കഴിഞ്ഞു. അതിലൊക്കെ 2 നേരത്ത് പോകണം. ഒന്ന് കുട്ടിയെ കൊണ്ടുവരാൻ, ഒന്ന് അമ്മയെ കൊണ്ടുവരാൻ. ഇത് ജനുവരി മാസമല്ല, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. നമ്മ ഇപ്പോഴും ശരി കാണുന്നത്. ബുക്കല്ലല്ലോ, ഇത് ബിരിയാണിയാണേ. ബിരിയാണി മാമ വാങ്ങിച്ചിട്ടുണ്ട്, കഴിച്ചോളാം. അത് അടയ്ക്കത് പപ്പ വയ്യാതായിരുന്നോ? പെൻസില് കാണാനില്ല, പേടിയാവുന്നു. പെൻസില് കാണില്ല. ഇതല്ല പണി, പെൻസില് കാണാണ്ടാവില്ല. പെൻസില് കൊറേ നേരം കിട്ടി അവിടുന്ന്, എന്നിട്ട് പിന്നെ പോയി. നന്നായേ സങ്കടം പെണ്ണ് കായാലെ കാണാതായെന്ന് പറഞ്ഞ അല്ലാതെ കാലുകൊണ്ട് നടന്നു പോയിട്ടുണ്ടോ പെൻസിലല്ലേ? അല്ലേ തന്നെയല്ലേ പണി? പെൻസില് ഷാർപ്നറൊക്കെ കളഞ്ഞിട്ട് വരാ, വേറെ എടുത്ത് അത് പൊട്ടിക്കൊന്നുമില്ല, സിബിട്ടിട്ടാണ് പോയി. ശരി, വേറെ നോക്ക്. ബാഗ് സ്കൂളിൽ നോക്കിയതാണ്, എന്നിട്ട് കിട്ടില്ല. കിട്ടിയില്ലേ? ആരെ പറ്റിച്ച കുഞ്ഞാണെ അവിടെ ഇട്ടെ? ഹോംവർക്ക് എഴുതിയോ? ഹോംവർക്ക് എഴുതണം. എഴുതിയിട്ടില്ലേ? അയ്യോ, എഴുതിയിട്ടില്ല. ഇനി പറ്റലുമില്ല, അതാ സങ്കടം. ശരി, വേറെ തരാം. പറ്റലുമില്ല, അതാണിപ്പോ വലിയ സങ്കടം. അപ്പൊ ഈ ബിരിയാണി മാവ് തിന്നാൻ വേണ്ടിട്ടല്ലേ ആഗ്രഹം കൊണ്ട് ഓടിയതാ. പോരുന്ന വഴിക്ക് വാവക്കുട്ടിക്ക് ഒരു വിഷമം പോലെ, സ്കൂളിലേക്ക് പോകണ്ട, ലീവ് എപ്പോഴാണ് കിട്ടുക ചോദിച്ചുകൊണ്ടിരിക്കുക. ഒരു സന്തോഷമില്ല. അപ്പോൾ സന്തോഷമാവട്ടെ, അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതിയപ്പോൾ എന്താ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ ബിരിയാണി മാമു എന്ന് പറഞ്ഞു. വെജിറ്റേറിയൻ ബിരിയാണി മാമും ഗ്രിൽഡ് ചിക്കനും അവൾക്ക് വാങ്ങിച്ചു കൊടുത്തു. ഷീ ഈസ് ഹാപ്പി നൗ. അപ്പോൾ നാളെങ്കിലും വാഷിംഗ് മെഷീൻ നേരാക്കാൻ നമ്മുടെ റിപ്പയർ ചെയ്യുന്ന ആൾ വരുന്നുള്ളൊരു പ്രതീക്ഷയിൽ
നാളത്തെ വ്ളോഗിൽ നമുക്ക് കാണാം. ഈ വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാണ്. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബായ്.